അടുത്ത് ശുദ്ധീകരിക്കപ്പെട്ടപ്പോഴേ ഞാൻ കണ്ടോണ്ടൊക്കെ പറയും, ചുമ്മാ കണ്ടാപ്പ പറയില്ല, ഞാൻ എൻ്റെ അപ്പനെ കണ്ടോണ്ടായിരുന്നു പറയുന്നത്, എൻ്റെ അമ്മച്ചയെ കണ്ടോണ്ടായിരുന്നു പറയുന്നതിന് ശേഷം ഇതൊക്കെ നമ്മുടെ മനുഷ്യനെ, ആ വ്യക്തി മനുഷ്യനെ 3 വയസ്സ് കുറവും ഒരു മുഖത്ത് ഭയങ്കരമായൊരു പ്രസന്നതയും ഭയങ്കര ഒരു ആരോഗ്യം ആ വ്യക്തി കാണപ്പെടും. എങ്ങനെ മരിച്ചത്? അമ്മച്ചി കിടന്ന് ക്യാൻസറായിട്ട് മരിച്ചു. ശുദ്ധിക്ക് പോകുന്ന സമയത്ത് സുന്ദരിയായിട്ട് കയറിപ്പോൾ ഞാൻ കണ്ടത് അവിടെ എന്നോ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ അതുപോലെ കാണാൻ പറ്റും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. നമുക്ക് മാമോസ് തന്നപ്പോൾ തന്നെ നമുക്ക് കസേര ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ കസേര മാറ്റത്തില്ല. ഇപ്പം സംഭവിക്കേണ്ട ചുമ്മാ ഉദാഹരണം പറയുന്നു. സന്നിച്ചൻ മരിച്ചു, മരിച്ചിട്ട് അതിനുശേഷം ഞങ്ങളുടെ മനുഷ്യരുടെ ശ്രദ്ധയിൽ പോയി. സന്നിച്ചൻ നമുക്ക് വരുന്നില്ല, ശ്രദ്ധയിൽ കിടക്കുക, അർച്ചമുണ്ടായി പറയാം, അങ്ങനെ മസാല പറയും. അപ്പോഴേക്ക് സന്നിച്ചത് വന്നില്ലെന്ന് വേണ്ടി ഞാൻ നിങ്ങളുടെ മരിച്ച് ശ്രദ്ധയിൽ പോയി ഏറ്റിട്ടില്ലെങ്കിൽ എൻ്റെ പേര് കാണും, ഭാരത ജോഷൻ കസേര കാണും അവിടെ ഇരിക്കാനായിട്ട്, എങ്കിൽ വീട് കാണും. ജോഷൻ്റെ വന്നില്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കും. ഞാൻ ചോദിക്കാൻ വേണ്ടി പെട്ടെന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലാകുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പക്ഷെ പറഞ്ഞാണ്. അപ്പം സിനിമയുടെ കാര്യം നമ്മുടെ ഒരു ദാഹം ഉണ്ട്. നമ്മുടെ ദാഹം എന്ന് വെച്ചാൽ ഒന്ന്, നമ്മുടെ ദാഹം എൻ്റെ സ്വപ്നതാണ്. ഞാനിങ്ങനെ കുമ്പസ്ഥാനിക്കുന്നു, പോയി ഖുർആൻ പഠിപ്പിക്കുന്നു, ഖുർആനിങ്ങനെ നിങ്ങളെ ആരെയും നിങ്ങൾ ആശ്രമിക്കുന്നു. ആ സമയത്ത് ഞാൻ പെടഞ്ഞു വീണ് ഒറ്റ മരിക്കുന്നതിലേക്ക് വെടിയേറ്റ് മരിക്കുന്നു. ശ്രദ്ധിക്കും, എൻ്റെ സ്വപ്നം അതാണ്. ശ്രദ്ധിക്കും, ഉടനെ പോകുന്നത് എൻ്റെ സ്വപ്നം. അങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. വിജയിക്കണമെന്നല്ല, ഇവിടെ മരിക്കുമ്പോഴേ ശ്രദ്ധിക്കുന്ന ഒരു സ്വപ്നം കാണണം നമുക്ക് വേണ്ടി. ഒപ്പം തന്നെ അനേകം ആത്മാക്കളെ വേണം നമ്മൾ സ്വപ്നം കാണണം. മനസ്സിലായി? നമ്മൾ എന്ത് പ്രവർത്തിയിലും ഉള്ളത് കണ്ടുകൊണ്ടിരിക്കണം. സമയമായിട്ട് നിർത്തുവാണ്. സമയമായിരുന്നു കാരണക്കാരന് പരിശുദ്ധ കുർബാന ശിക്ഷ ഓഫീസ് അലാറം വീഴുന്നു. ഞാൻ ഓഫ് ചെയ്തിപ്പോൾ അലാറം വീഴുന്നു. എൻ്റെ ആരുടെ ഫോണോ? എൻ്റെ ഓഫ് ചെയ്തു. നെറ്റ് ഓഫ് ചെയ്തിട്ട് വിഷയമില്ല. കേട്ടോ. പിന്നെ അവിടെ കൊണ്ടിടാന്നല്ലേ പറഞ്ഞു. അത് മാതാവിൻ്റെ അതും ആ ചാപ്പലിൻ്റെയൊക്കെ എടുത്തോണ്ട്
കളയുന്നു. മരിച്ചവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ജന്മദിനമാണ്, മരണദിനമല്ല, ജന്മദിനമാണ്. പ്രത്യേകമായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. നമുക്കറിയാവുന്നുണ്ട് ഈ ആലയത്തിലെ എല്ലാ കാര്യങ്ങളും. ഇത് ഞങ്ങളുടെ അമല ധ്യാന കേന്ദ്രമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത് കാണാൻ വേണ്ടി മാത്രം ഇട്ട് തരുക.